ഹായ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അത് കാരണം ആ ഫ്ലോ അങ്ങോട്ട് പോയി. നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇടയിലൊരു ബ്രേക്ക് വന്ന കാരണം ഒക്കെ വീഡിയോസ് ഇടേണ്ട വോയിസൊക്കെ കൊടുക്കേണ്ട എനിക്ക് കുറച്ചൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞയച്ചു. രണ്ടാൾ സ്കൂളിൽ പോയി. കുറച്ച് നേരമൊക്കെ ഒന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഞാൻ റെസ്റ്റ് ചെയ്തുട്ടാ. പിന്നെ എന്താ മുകളിലാണ് ഇന്ന് ക്ലീനിങ്. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ തുണികളൊക്കെ തോരിയിട്ടത് ഞാൻ താഴത്തേക്ക് മടക്കാനായിട്ട് കൊണ്ടുപോവാണ് നമ്മൾ. പിന്നെ അടുത്തത് ചെയ്യണത് ജനാലയൊക്കെ ക്ലീൻ ചെയ്യലാണ്. ജനാല അടിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബ്രഷ് വെച്ചിട്ട് വെറുതെ ഒക്കെ ഒന്ന് തട്ടി കൊടുക്കും. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ പൊടികളൊക്കെ ഇങ്ങോട്ട് പോരും. ഈ ഒരു ബ്രഷ് മേടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. മുമ്പത്തെ ബ്രഷ് ഉണ്ടായത് ഈ പിടുത്തം വളരെ ചെറുതായിരുന്നു. ഇതിപ്പോൾ ഈ പിടുത്തം നല്ല നീളമുള്ള കാരണം കുറച്ചും കൂടെ സുഖമായിട്ട് പിടിച്ച് പൊടിയൊക്കെ ഇങ്ങനെ വേഗം തട്ടി തട്ടി എടുക്കാൻ പറ്റും. ഈ സെറ്റുമൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് സ്ലോവിലാണ് തട്ടണേ. പക്ഷേ ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ച കാരണം പെട്ടെന്ന് ഇങ്ങനെ തട്ടണ പോലെയാണ് കേട്ടോ തോന്നണേ. ഇത് നമ്മുടെ സെറ്റാണ്. അപ്പോൾ ഇതിലാണ് ഇട്ടത്. ഞങ്ങൾ പാട്ടൊക്കെ വെക്കിയത് ഫസ്റ്റ് 2008 അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ അതിൻ്റെ സ്പീക്കറൊക്കെ കേടായി, എന്നാലും ഇത് വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിലാണ് അപ്പോൾ പാട്ടൊക്കെ വയ്ക്കുക. ഇത് മാറ്റേണ്ട സമയമൊക്കെ ആയി. അങ്ങനെ ഇതാ ജനാലയൊക്കെ പൊടി തട്ടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവിടെയും അടിച്ച് വാരണം കേട്ടോ. ഇനി അടിച്ച് വാരിയിട്ട് വേണം ഇനി തുടയ്ക്കാനായിട്ട്. എല്ലായിടത്തും ഫുള്ളും അടിച്ചു വാരിയിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കാറ്. അല്ലെങ്കിൽ പിന്നെ മൊത്തം വീണ്ടും ഇങ്ങനെ പൊടി ആവണ പോലെ തോന്നും. ഓരോ റൂം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വീണ്ടും പൊടി പോലെ തോന്നും. അപ്പോൾ ഫുള്ളായിട്ട് അടിച്ചു വാരിയിട്ടാണ് തുടയ്ക്കുക. ഇത് നമ്മുടെ കോണി കയറി വരുന്ന ഒരു പോർഷനാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു വരാന്ത പോലെ ആക്കി ഇട്ടേക്കാണ്. ഇത്ര ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ സ്പേസ് കുറവായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ് കോണിയുടെ മോൾ ഭാഗം കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സോഫയൊക്കെ ഭാവിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ടി വി ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. സാരി മാത്രം ഞാൻ എടുത്തില്ല കേട്ടോ. സാരി കുറച്ച് നനവുണ്ടായിരുന്നു. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വീട്ടിൽ അമ്മയുടെ അടുത്ത് മുത്തിയമ്മാമ ഉണ്ടല്ലോ, അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പോയി. നമ്മൾ എടുത്ത് കൊടുക്കണം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ. ആളെ ഇടയ്ക്കൊന്ന് വീണായിരുന്നു. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഫ്രാക്ചറൊക്കെ പറ്റി ഇരിക്കുകയാണ്. എന്നാലും ആൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുഡ് എടുത്ത് കൊടുത്താൽ മതി, ആൾ കഴിച്ചോളൂ. ഞാൻ നിർബന്ധിച്ചിട്ട് വേണം കഴിപ്പിക്കണമെങ്കിൽ കേട്ടോ. അവിടെ നിന്ന് വന്ന് എന്താ ഉച്ച 12:30 ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ തുടച്ചിടുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞുഞ്ഞിനും പാറൂസിനും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ കറിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇതാ ബാൽക്കണിയിലേക്ക് വന്നിട്ട് ബാൽക്കണിയിൽ തുടയ്ക്കാനും ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. തുടയ്ക്കാനായിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ അതാ നല്ല മഴക്കാരും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ സ്കൂളാണ്. സ്കൂളിലിപ്പോൾ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നല്ല മഴക്കാർ. ഞാൻ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഇട കിട്ടിയപ്പോൾ ഞാനൊക്കെ ഒന്ന് മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാ വീണ്ടും കരടായിട്ടാണ്. ബാൽക്കണിയിൽ തുടയ്ക്കാൻ ഭയങ്കര പാടാണ്. നിറച്ച് പൊടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിറയെ പൊടിയും പിന്നെ ഈ കാറ്റും മഴയൊക്കെ അങ്ങനെ അടിക്കുമ്പോൾ അപ്പോൾ ഈ ചെറിയ മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ചെളിയായിട്ടും ഒക്കെ കിടക്കുന്നുണ്ടാവും. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ബാൽക്കണി തുടയ്ക്കാനായിട്ട്. അങ്ങനെ തുടയ്ക്കലൊക്കെ ഏകദേശം കഴിയാറായി. ആഴ്ചയിൽ എന്തായാലും 2 വട്ടം തുടയ്ക്കും. ആഴ്ചയിൽ തുടച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ തുടയ്ക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയിട്ടാണ്. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിയിരുന്നത് സാമ്പാർ, പിന്നെ കൂട്ടുകറി, പിന്നെ കുറച്ച് ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. ബീഫ് വരട്ടിയത് ഇന്നലത്തെ ആയിരുന്നു.
അപ്പം ഞാൻ എന്താ ടി വി ഒക്കെ വെച്ച് ഫുഡ് കഴിക്കാനിരിക്കുക. കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ തന്നെ ഇരുന്ന് ചോറുണ്ണാനായിട്ടൊരു സുഖമില്ല. അപ്പം ഞാൻ ടി വി കണ്ടിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇതാ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ബൈ, സീ യു.